ഇന്നൊരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ട്. ആക്ച്വലി ഞാനൊരു സുന്ദരി ആയതുകൊണ്ടായിരിക്കാം മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇന്നെ മതി. സോ കൊടിഞ്ഞു വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ഷൂട്ട്. അളിയൻക്കു താത്താക്കു കോട്ടക്കല് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഉമ്മയും എല്ലാം ഓസിക്കോലെ വണ്ടിയിലാണ്ട് കയറിയിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ഒരു പബ്സും ചായയും കുടിച്ചു. ഉമ്മ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇന്ന ബസ് ഏറ്റ് തന്നിട്ട് ഉമ്മ ഡ്യൂട്ടിക്ക് പോവേ. കോട്ടക്കൽ എത്തി ഇന്ന ബസ് ഏറ്റ് തന്നിട്ടാണ് കേട്ടോ മാതാശ്രീ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബസ്സിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കാറ്റും കൊണ്ടിരുന്നു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തിയിട്ട് ചായ അടിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഹെയർ ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഹൈ ബ്യൂട്ടി ബൈ ഹിബ അലവി എന്ന് പറഞ്ഞുള്ള പേജാണ്. ആളിനെ കോൺടാക്ട് ചെയ്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതുവരെ ചെയ്യാത്തൊരു ലുക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനക്ക് ശേഷം ആളിനോട് പറഞ്ഞു എന്നാ നമുക്കൊരു അറബിക് ലുക്ക് ട്രൈ ചെയ്യാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഞാനൊന്ന് കൺഫ്യൂഷൻ ആയിട്ടോ എനിക്ക് മാച്ച് ആവോ ഇല്ല എന്നുള്ളത്. പിന്നെ ഔട്ട്ലുക്ക് വന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഒരു ടോട്ടൽ ലുക്കിന്റെ പ്ലാനിങ് മൊത്തം ചെയ്തത് ആളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടാരം പോലത്തെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ ഫോട്ടോഗ്രാഫർ കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കെമിയ വെഡിങ് കമ്പനി എന്നാണ് ആളെ പേജിന്റെ പേര്. മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ഫിനിഷിംഗും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹിബനെ കോൺടാക്ട് ചെയ്താൽ മതി. ഫോട്ടോഗ്രാഫർ ആയാലും നല്ല അടിപൊളി ഫോട്ടോസ് ആണ് കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഔട്ട് എല്ലാം കൊണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ മൂപ്പര സ്റ്റുഡിയോയിൽ ചെന്ന് ഡ്രസ്സ് മാറി. അപ്പോഴും എന്റെ മേക്കപ്പിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കുട്ടിയാണ്. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചെമ്മാടുള്ള അറബിയ മജ്ലിസിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞാൻ വീട്ടിലേക്ക് പോയി.